എല്ലാവർക്കും ആവണിക്കാശിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചിറ്റാർ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്ക് ഈ പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിലേക്ക് ഒന്ന് കയറി നോക്കാം. ഈ പടവുകൾ കയറി വേണം പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് എത്തുവാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പടവുകൾ കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഏതൊരു മലയാളികളെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് ആ കാഴ്ചയിലേക്ക് കടക്കാം. വേറെ ഒന്നുമല്ല, ദേ ഈ ഒരു പ്ലാവ് കണ്ടോ, പ്ലാവ് നിറയെ ചക്ക കായ്ച്ചു നിൽക്കുകയാണ്. ആര് വന്നാലും ഈ ഒരു പ്ലാവ് കണ്ടു കഴിഞ്ഞാൽ നോക്കി നിന്നു പോകും. അതുപോണൊക്കെ ചക്ക കായ്ച്ചു നിൽക്കുന്ന ഒരു അപൂർവ ദൃശ്യം എന്ന് തന്നെ പറയാം. പ്ലാവ് മിക്കവാറും വലിയ തായ്തടിയായും ചെറിയ ശാഖകളുള്ള വൃക്ഷമായാണ് വളരുന്നത്. ചക്കകൾ കൂടുതലും പ്ലാവിന്റെ തായ്തടിയിൽ തന്നെയാണ് ഉണ്ടാവുക. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന ഒരു പഴഞ്ചൊല്ല് മലയാളത്തിൽ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ചത് 2018 മാർച്ചിലാണ്. ദേ കണ്ടില്ലേ, ഈ ഒരു പ്ലാവിൽ ഇരട്ടച്ചക്ക ഉണ്ടായി നിൽക്കുന്നതുണ്ടോ. വളരെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെയും കാണുകയുള്ളൂ. പ്രധാനമായും കേരളത്തിൽ 2 തരത്തിലുള്ള ചക്കകളാണ് കണ്ടുവരുന്നത്, കൂഴച്ചക്കയും അതുപോലെ വരിക്കച്ചക്ക. നമ്മുടെ നാട്ടിൽ ചക്ക സുലഭമായി ലഭിക്കുന്നത് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിലാണ്. മലയാളികളുടെ ഇഷ്ടവിഭവമായ ചക്ക കൊണ്ട് വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ വരെ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. ഏറ്റവും വലിയ കായ്ഫലം ചക്കയാണ്. പോഷക സമൃദ്ധമായ ഒരു ഫലമാണ് ഇത്. ഈ ഒരു പ്ലാവിൽ ഇതുപോലെ ചക്ക കായ്ച്ചു നിൽക്കുന്നത് കാണുവാൻ തന്നെ വളരെയധികം മനോഹരം ആയ ഒരു ദൃശ്യമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും.